പത്തനംതിട്ട ഇലന്തൂർ ബ്ലോക്ക് പടിയിലാണ് KSRTC സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ബസ് നമുക്ക് കാണാൻ കഴിയും. കോയമ്പത്തൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്നു ഈ KSRTC ബസ്. ഇവിടെ റോഡിൻ്റെ ഒരു വശത്ത് വളവുണ്ട്. ആ സ്ഥലത്ത് വെച്ച് എതിർവശത്ത് നിന്ന് മറ്റൊരു വാഹനം പെട്ടെന്ന് കയറി വന്നപ്പോൾ ഡ്രൈവർ ഇടതുവശത്തേക്ക് ബസ് വെട്ടിച്ചു മാറ്റുകയായിരുന്നു. വീടിൻ്റെ മതിൽ തകർത്ത് ഒരു വശത്തേക്ക് ബസ് ചരിഞ്ഞു. ഇവിടെ ഒരു ചെറിയൊരു മരം നമുക്ക് കാണാൻ സാധിക്കും. ആ മരത്തിൽ തട്ടി ബസ് നിന്നു. ഈ ബസ്സിൻ്റെ ഡ്രൈവർക്ക് ചെറിയ പരിക്കേറ്റു. അദ്ദേഹത്തെ ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. യാത്രക്കാർക്കും കാര്യമായി പരിക്കൊന്നും ഏറ്റില്ല. നമുക്ക് ദൃശ്യത്തിൽ കാണാം, ആ വീടിൻ്റെ മതിലിൻ്റെ ഒരു വശത്തേക്ക് ബസ് പൂർണ്ണമായും ഇറങ്ങി. ഒരുപക്ഷെ ബസ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ വീടിൻ്റെ മുറ്റത്തേക്ക് ബസ് മറിഞ്ഞ് കൂടുതൽ അപകട സാധ്യത ഉണ്ടാകുമായിരുന്നു. തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയാണിത്. ഇവിടെ ഇലന്തൂർ ബ്ലോക്ക് പടി ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഏതായാലും ഡ്രൈവർ ബ്രേക്ക് അതിന് ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ആ റോഡിൽ വാഹനത്തിൻ്റെ ടയർ ഉറിഞ്ഞതിൻ്റെ പാട് കാണാം. പെട്ടെന്ന് തന്നെ ബ്രേക്ക് സംവിധാനം ഡ്രൈവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും യാത്രക്കാരും ഡ്രൈവറുമൊന്നും കാര്യമായിട്ടുള്ള പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഏതായാലും നിങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചും ഇവിടെ സ്ഥിരം അപകടം നടക്കുന്നു എന്നൊരു പരാതിയുണ്ടല്ലേ? ഇവിടെ സ്ഥിരം അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം സാറ് ഞങ്ങൾ സംസാരിച്ചേ ഉള്ളൂ. സ്ഥിരം അപകടം നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞത് അപ്പുറത്തൊരു ചെറിയൊരു മരമുണ്ട്. ആ മരത്തെ തട്ടിയാണ് ഇത് നിൽക്കുന്നത്. പണ്ട് പപ്പു പറഞ്ഞ പോലെ, താമരശ്ശേരി ചുരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഒരു വാഴക്കൈയെല്ലാം കണ്ട് തട്ടി നിൽക്കുന്ന പോലെ ഒരു മരത്തെ തട്ടിയാണ് അത് നിൽക്കുന്നത്. എനിക്ക് അവിടെ നോക്കിയാൽ കാണാൻ കഴിയും, തട്ടിയാണ് നിൽക്കുന്നത്. അങ്ങോട്ട് ചരിയുകയാണെങ്കിൽ അപകടം കൂടുതലായനല്ലേ? നല്ല സ്പീഡിലാണെങ്കിൽ തീർച്ചയായിട്ടും നേരെ കയറി അങ്ങ് പോയാൽ. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.